ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم وصل وبلغ مثل ثواب ما قرأناه من قرآنك الكريم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا وشفيعنا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى أرواح جميع مشايخنا وأساتذتنا كلهم أجمعين. اللهم إلى أرواح أصحاب البدريين والوحديين وسائر الصحابة والقرابة كلهم أجمعين. اللهم إلى روح شيخنا ومشايخ شيخنا وسندنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العظيم، وإلى روح شيخنا شمس العلماء قدس الله سره العزيز، وإلى روح إمامنا البوصيري قدس الله سره العزيز، وإلى أرواح جميع مشايخنا وأساتذتنا كلهم أجمعين. اللهم انفعنا بهم وبعلومهم وأسرارهم وأنوارهم وبركاتهم في الدين والدنيا والآخرة. اللهم بحقهم وبجاههم يسر لنا أمورنا مع الراحة لقلوبنا وأبداننا. اللهم بحقهم وبجاههم بارك لنا في مجلسنا هذا بركة تامة كما باركت على عبادك الصالحين. ربنا اغفر لنا وارحمنا ولوالدينا ربنا ارحمهم كما ربونا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. عليكم السلام. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا وحبيبنا ومعشوقنا ومحبوبنا ومنجينا وهادينا ومرشدنا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഖസീദത്തുൽ ബുർദ അർത്ഥവും വ്യാഖ്യാനവും എന്ന തുടർ പഠന ക്ലാസ്സിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബിൻ്റെ പേരിൽ നാം ഈ ഒരുമിച്ച് കൂടുന്ന ഈ ഇരുത്തം അവനിഷ്ടപ്പെടുന്ന ഒരു ഇബാദത്താക്കി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളുടെയും എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു പൂർണ്ണ ശിഫ നൽകട്ടെ. ജിഹാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിഹാദിനെ സംബന്ധിച്ചാണ് പരിശുദ്ധമായ ഈ ബുർദയിലൂടെ നാം പഠിച്ചു വന്നത്. അവസാനത്തെ ക്ലാസ്സിൽ നാം വിവരിച്ച ചില ബൈത്തുകളുടെ കൂടുതൽ വ്യാഖ്യാനങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ഇന്നത്തെ ബൈത്ത് ആരംഭിക്കാം. വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ബഹുമാനപ്പെട്ട വ്യാഖ്യാതാക്കൾ വിവരിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു ബൈത്ത് വമൻ തകും ബിറസൂലില്ലാഹി നുസ്റതുഹു എന്നുള്ളൊരു ബൈത്ത്. ആ ബൈത്തിൻ്റെ അർത്ഥം നമ്മൾ വിവരിച്ചു, അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ വിശദീകരണത്തിൽ
മഹാന്മാർ ചില പ്രത്യേകമായ പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ചില വിഷയങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് മഹാന്മാരൊക്കെ ഇതൊക്കെ എഴുതി വെക്കുന്നത്. എന്തുകൊണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ അത് വളരെ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. അന്ന് നമ്മളതിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു, വമൻ തകുൻ ബി റസൂലില്ലാഹി നുസ്റത്തുഹു, അള്ളാഹിൻ്റെ റസൂലിനെ കൊണ്ട് ആർക്കെങ്കിലും സഹായം ലഭിച്ചാൽ, ഇൻ തൽഖഹുൽ ഉസ്ദു ഫി അജാമിഹാ തജ്മീ, അവനെ സിംഹങ്ങൾ കണ്ടുമുട്ടിയാൽ, അതെവിടെ? സിംഹത്തിന് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സിംഹമല്ല, കാടിൻ്റെ ഉള്ളിൽ സിംഹങ്ങൾ മാത്രം താമസിക്കുന്ന ആ ഏരിയയിൽ, സിംഹത്തിൻ്റെ ആ കൂട്ടിൽ വെച്ച് തന്നെ ആ സിംഹങ്ങളുടെ ഒരു കൂട്ടം അവനെ കണ്ടുമുട്ടിയാൽ പോലും അവനോടുള്ള ബഹുമാനം കൊണ്ട്, കാരണം അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ഒരു മുഹിബ്ബാണ് എന്നുള്ള കാരണം കൊണ്ട് തന്നെ ആ സിംഹം പോലും നിശബ്ദരായി പോകും എന്ന് നമ്മൾ പഠിച്ചു. അപ്പം അവിടെ ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ബാജൂരി തങ്ങൾ മഹാനവറുകളുടെ ഷറഹുൽ ബാജൂരി ലി ബുർദത്തിൽ ബൂസൂരി എന്നുള്ള വിഖ്യാതമായ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ ഈ അർത്ഥം വിവരിച്ചുകൊണ്ട് പറയുകയാണ്, വലാ തകുനിൻ നുസ്റതു ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുള്ള ഇത്തരത്തിലുള്ള നുസ്റത്ത്, സഹായം ഉണ്ടാവുകയില്ല. ഏതുകൊണ്ടല്ലാതെ? ഇല്ലാ ബി ഇത്തിബാഇ സുന്നതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ ജീവിതത്തിൽ പകർത്തൽ കൊണ്ടല്ലാതെ. കണ്ടോ? മാത്രമല്ല വതർക്കി മാ കാന അലാ ഖിലാഫി ശരീഅതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്ത്, നബി തങ്ങൾ ഉത്ബോധനം ചെയ്യുന്ന ഈ ദീനുൽ ഇസ്ലാമിൻ്റെ ഖിലാഫ്, അതിനുള്ള എതിര് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യലുകൊണ്ടല്ലാതെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊക്കെ കൽപ്പിച്ചോ, നബി തങ്ങൾ എന്തൊക്കെ ജീവിതത്തിൽ കൊണ്ട് വന്ന് നമുക്ക് കാണിച്ചു തന്നോ, അതിനെ പൂർണ്ണമായിട്ടും ഇത്തിബാ ചെയ്യൽ കൊണ്ടും, നബിത്തങ്ങൾ ഏതൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞോ, അതൊക്കെ പൂർണ്ണമായി ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക, അതിൽ നിന്നും വെടിഞ്ഞു നിൽക്കുക. അങ്ങനെ സംശുദ്ധമായൊരു ജീവിതം നയിക്കുന്ന ആളുകൾക്കേ എന്തുണ്ടാവുകയുള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നുസ്റത്ത് ലഭിക്കുകയുള്ളൂ. അല്ലാതെ ഞാനും നബി തങ്ങളുടെ ഉമ്മത്താണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ തരികിടയിലും എല്ലാ വഞ്ചനകളിലും കച്ചവടങ്ങളിലും വഞ്ചിക്കുക, ഡ്യൂപ്ലിക്കേറ്റ് മൊബൈലുകൾ ഒറിജിനലാണെന്ന് സീലടിച്ച് വെക്കുക, വലിയ വലിയ ആജിമാരും വലിയ വലിയ ആൾക്കാർക്കാണ്. പള്ളി കമ്മിറ്റിയിലുണ്ടാവും, സംഘാടക സമിതിയിൽ പ്രമുഖരായ സാന്നിധ്യം വഹിക്കുന്നവരായിരിക്കും. പക്ഷേ കച്ചവടങ്ങളിൽ വഞ്ചനയായിരിക്കും. പലിശ ഇടപാടുകൾക്ക് യാതൊരു കയ്യും കണക്കുമില്ല. മുസ്ലിം നാമധാരികൾ മുസ്ലിങ്ങളോട് ക്രയവിക്രയം ചെയ്യാൻ മറ്റുള്ളവർ പോലും ഭയപ്പെടുന്ന ചില ഘട്ടങ്ങൾ, വഞ്ചിക്കുമോ എന്നുള്ള പേടി. മുസ്ലിം ചെറുപ്പക്കാരുടെ തലമുടിയും വേഷവിധാനങ്ങളൊക്കെ കണ്ടാൽ ഇസ്ലാമിനെ തന്നെ പറയിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, മുസ്ലിം വിവാഹങ്ങളിൽ ഉണ്ടാകുന്ന ധൂർത്തുകൾ, എത്രത്തോളം നബിദിന ജാഥയിൽ പോലും മ്യൂസിക് വെച്ച വാഹനങ്ങളുടെ അകമ്പടികൾ. എന്നിട്ട് നമ്മളും പറയും, എന്ത്, ഞാനും റസൂലുള്ളാഹിന്റെ ഉമ്മത്താണ്. ബദറിൽ കേട്ട മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ജാഥയിൽ മുദ്രാവാക്യം വിളിക്കാം. ആ മുദ്രാവാക്യവും അവൻ്റെ ജീവിതം തമ്മിൽ എന്തൊരു ബന്ധം? എല്ലാവരും അങ്ങനെ ആണ് എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം. എന്നിട്ട് നമ്മൾ പറയും അള്ളാഹിൻ്റെ സഹായം കിട്ടുന്നില്ല, ശത്രുക്കളൊക്കെ നമ്മൾ വലയം ചെയ്ത് തിരിക്കുകയാണ്, ഖിയാമത്ത് നാളായി എന്നൊക്കെ നമ്മളിങ്ങനെ അപലപിച്ചുകൊണ്ടിരിക്കും. നിസ്കാരമൊക്കെ അള്ളാഹാക്കുന്ന ആളുകൾ. അതുകൊണ്ടാണ് മഹാന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എഴുതി വച്ചത്, സിംഹങ്ങളുടെ കൂട്ടിൽ അകപ്പെട്ടാൽ പോലും ആ സിംഹങ്ങൾ പോലും, ഒരു സിംഹമല്ല, സിംഹത്തിൻ്റെ ഒരു കൂട്ടം പോലും ഈ മനുഷ്യനെ കണ്ടാൽ നിശബ്ദരായി നിന്നു പോകും. കാരണം അവൻ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഹിബ്ബാണ്. അത്തരത്തിലുള്ള ഒരു നുസ്റത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ അവിടെ
പോയിന്റ് ഉണ്ട്. കാരണം സിംഹത്തിന് അവിടെ ഒന്നും ചിന്തിക്കാനില്ല അല്ലേ. ഇപ്പോൾ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു മനുഷ്യരായ ഒരു ശത്രുവോ ഒരു പാർട്ടിയോ ആണെങ്കിൽ അവർക്ക് പലതും ചിന്തിച്ചിട്ട് അവർ നമ്മൾ ആക്രമിക്കും. ഇതിൻ്റെ വരും വരായികളൊക്കെ ചിന്തിച്ചിട്ട് ഇവനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടി ഉണ്ടാവും എന്നൊക്കെ ചിന്തിച്ച് ചർച്ച ചെയ്തിട്ട് നമ്മളടിക്കാൻ വരും. സിംഹത്തിന് എന്ത് ചിന്തിക്കാൻ? സിംഹം അതിൻ്റെ ഇരയെ കണ്ടാൽ അതിൻ്റെ വിശപ്പ് തീർക്കാൻ വേണ്ടി അത് ചാടി വീഴും. ഒരു സിംഹമല്ല, ഒരുപാട് സിംഹങ്ങളുടെ ഇടയിലേക്കാണ് ഇവൻ വഴിതെറ്റി എത്തിപ്പെട്ടത്. അത്തരത്തിലുള്ളൊരു ഘട്ടത്തിൽ പോലും അത് നിശബ്ദരായി പോകുന്നതാണ്. അനങ്ങാൻ സാധിക്കുകയില്ല ആ സിംഹങ്ങൾക്ക്. അതുകൊണ്ട് മഹാന്മാർ പറയുന്നു, ഇതെല്ലാവർക്കും ലഭിക്കും എന്ന് ആരും വ്യാമോഹിക്കണ്ട. അതുകൊണ്ടാണ് ബാജൂരി ഇമാം മഹാനവറുകൾ പറഞ്ഞത്, വലാ തകുനി നുസ്റത്തു ബി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ തരത്തിലുള്ള നുസ്റത്ത്, സഹായം നബിത്തങ്ങളെ കൊണ്ട് ലഭിക്കുകയില്ല ഇല്ലാ ബി ഇത്തിബാഇ സുന്നത്തിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തൽ കൊണ്ടും അതേപോലെ വതർക്കി മാ കാന അലാ ഖിലാഫി ശരീഅത്തിഹി. നബിത്തങ്ങളുടെ ശരീഅത്തിന്റെ ഖിലാഫ് എന്തൊക്കെയുണ്ടോ, നിരോധിച്ചത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഒഴിവാക്കൽ കൊണ്ടല്ലാതെ ഇത് ലഭിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഒരു മുഅ്മിനായിട്ട് ജീവിച്ചു നോക്കൂ, എല്ലാവരും നമ്മെ ഭയപ്പെടും. അല്ലേ, പഴയ കാലത്തൊക്കെ ഒരു മുസൽമാനെ എല്ലാവരും പേടിച്ചിരുന്നു, ആദരിച്ചിരുന്നു. നാട്ടിലൊരു കാരണവരെ എല്ലാ മതക്കാരും ആദരിച്ചിരുന്നു. ഇന്നതൊക്കെ പോയി. കാരണം നാം അള്ളാഹുവിനെ വിട്ട് അകന്നകന്നു പോകുമ്പോൾ അള്ളാഹുവിൻ്റെയും അള്ളാഹിൻ്റെ റസൂലിൻ്റെയും നുസ്രത്ത് നമ്മളിൽ നിന്നും അകന്നു പോവുകയാണ്. അങ്ങനെ ഒരാൾ ജീവിക്കുമ്പോൾ വദാലിക ഹുവ തഖ്വല്ലാഹ്, അത് തന്നെയാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അല്ലെ, ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി. കിതാബിൽ കാണാം തഖ്വ എന്ന് പറഞ്ഞാൽ. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ ജീവിതത്തിൽ പകർത്തുക, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും ഞാനൊരു മുസ്ലിമാണ് എന്നുള്ള ബോധത്തോടെ വിട്ടു നിൽക്കുക. എന്ത് സാഹചര്യം വന്നാലും വിട്ടു നിൽക്കുക. അപ്പോഴവനൊരു മുത്തഖിയായി. എന്നാൽ അങ്ങനെ മുത്തഖിയായിട്ട് ഒരാൾ ജീവിച്ചാൽ വമൻ ഖാഫല്ലാഹ ഖാഫ മിൻഹു കുല്ലു ഷൈഅ, അള്ളാഹനെ ആരെങ്കിലും ഭയപ്പെട്ട് കഴിഞ്ഞാൽ അവനിൽ നിന്നും എല്ലാവരും അവനെ ഭയപ്പെടും. മുമ്പ് കേൾക്കുന്നൊരു വാക്കാണല്ലേ, മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈഅ. അള്ളാഹനെ പേടിക്കുന്ന ഒരാളെ എല്ലാവരും ഭയപ്പെടും. അത് മൃഗങ്ങളെന്നല്ല, മനുഷ്യരെന്നല്ല, ജിന്നുകളെന്നല്ല, എല്ലാവരും ഭയപ്പെടും. അവർ കടന്നു വരുന്ന സമയത്ത് തന്നെ ഒരു ഗാംഭീര്യം അവർ മുഖത്തുണ്ടാവും. അതാണ്. അപ്പോൾ ഈ നുസ്രത്ത് നമുക്ക് ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ പരമാവധി നമ്മളെന്താക്കണം, നബിത്തങ്ങളെ സുന്നത്തുകളെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും അതിനുതകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഉസ്താദുമാരുടെ പ്രസംഗങ്ങളൊക്കെ കേട്ട് ജീവിതത്തിൽ ഇങ്ങനെ പകർത്തി എൻ്റെ ഹബീബിൻ്റെ ഒരു സുന്നത്താണ് എന്നുള്ള ആ നിയ്യത്തോടെ ചെയ്യുമ്പോൾ തങ്ങളോട് നാം മാനസികമായി നമ്മുടെ ആത്മാവ് അടുക്കുകയും ഇതുപോലത്തെ നുസ്രത്തുകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. എന്ത് വിഷയത്തിലും, ശത്രുക്കൾക്ക് മുമ്പിൽ എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ നാം അകപ്പെടുന്ന പല ടെൻഷനുകളിൽ നിന്നും മോചനം നമുക്ക് ലഭിക്കുന്നു. ഇനി മറ്റൊരു അതിന് തൊട്ടടുത്തുള്ള ഒരു ബൈത്തിൽ നമ്മൾ പറഞ്ഞു, അഹല്ല ഉമ്മതഹു ഫി ഹിർസി മില്ലതിഹി കല്ലൈസി ഹല്ല മഅൽ അശ്ബാലി ഫി അജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അവിടെ നമ്മൾ ഇതേപോലെ അല്ലേ, ഒരു സിംഹം പ്രസവിച്ച് കിടക്കുകയാണ്. അതിൻ്റെ കുട്ടികൾ അതിൻ്റെ കൂട്ടിൽ കിടന്നിറങ്ങുമ്പോൾ അതിന് കാവലായി ആ ഗുഹാമുഖത്ത് ആ സിംഹം ഇങ്ങനെ കിടക്കുന്നു. ഒരാൾക്കും ആ കുട്ടികളെ എടുക്കുവാനോ ശല്യം ചെയ്യാനോ സാധിക്കുകയില്ല. ആരെങ്കിലും അതിനെ തുനിഞ്ഞാൽ എത്ര ശക്തിയിൽ ആ സിംഹം ചാടി വീണ് അതിനെ പ്രതിരോധിക്കുമോ, അതുപോലെ ഇസ്ലാമാകുന്ന ഈ ചട്ടക്കൂട്ടിൽ, ഈ ഗുഹയിൽ ഉമ്മത്തിനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകത്തേക്ക് കയറ്റിയിട്ട് എൻ്റെ ഉമ്മത്തിനൊന്നും പറ്റരുത് എന്നുള്ള ആ ജാഗ്രതയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു എന്നാണ്. അവിടെ മഹാന്മാർ പറയുന്നുണ്ട്, അത് എപ്പോൾ മാത്രമല്ല ഫി ഹയാത്തിഹി വ ബഅദ വഫാത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, നബിത്തങ്ങളുടെ ഹയാത്തുള്ള സമയത്തും വഫാത്തിന് ശേഷവും നബിത്തങ്ങൾക്ക് ഈ ഒരു ശ്രദ്ധയുണ്ടെന്നാണ്, തൻ്റെ ഉമ്മത്തിൻ്റെ ശ്രദ്ധയുണ്ടെന്നാണ്. അവിടെ മഹാന്മാർ വിവരിക്കുന്നു മഅൽ അശ്ബാലി എന്നവിടെ ഉപയോഗിച്ചു. ഏത്, സിംഹത്തിൻ്റെ കുഞ്ഞുങ്ങളോട് കൂടെ ആ സിംഹം എന്താകുന്നുണ്ട്, കിടക്കുന്നുണ്ട്. അല്ലാതെ കുറേ ദൂരത്തല്ല. ആ മയ്യത്തുണ്ടല്ലോ അതിനൊരു അർത്ഥമുണ്ടെന്നാണ്.
മഹാന്മാർ അതിന് വിവരിക്കുന്ന ആ വാക്ക് സൂചിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കൂട്ടരുടെ കൂടെയുണ്ടോ, എന്നാൽ ആർക്കും ആ കൗമിനെ ദ്രോഹിക്കാനോ ആക്രമിക്കാനോ ഫളീഹത്താക്കാനോ സാധിക്കുകയില്ല. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, നബിത്തങ്ങൾ വഫാത്തായാലോ പിന്നെ നബിത്തങ്ങൾ എങ്ങനെ കൂടെ ഉണ്ടാവുമല്ലോ? ആ മഅയ്യത്ത് നമ്മൾ മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞ അതേ പോയിൻ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ നബിത്തങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നർത്ഥം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു ദിക്ർ ചൊല്ലണം. അതെൻ്റെ ഹബീബ് ചൊല്ലിയ ദിക്റാണ് എന്ന് ആ നിയത്തോടു കൂടി അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. നമ്മൾ ബ്രഷ് എടുത്ത് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടത്തെ കാല് വെച്ച് കയറുകയാണ്, ഹബീബിൻ്റെ ഒരു സുന്നത്താണ്. ചൊല്ലേണ്ട ദിക്ർ ചൊല്ലി കയറുകയാണ്, ഹബീബിൻ്റെ സുന്നത്താണ്. അതിനുശേഷം പുറത്തിറങ്ങുമ്പോൾ വലത്തെ കാല് വെച്ച് ഇറങ്ങുകയാണ്, ചൊല്ലേണ്ട ദിക്ർ ചൊല്ലുകയാണ്. കയറുന്ന സമയത്ത് തലമറക്കുകയാണ്. അങ്ങനെ ഹബീബാ നബി നമ്മുടെ ജീവിതത്തിൻ്റെ ആ പ്രഭാത ഘട്ടങ്ങളിൽ തന്നെ ആരംഭിക്കുകയാണ്. നബിത്തങ്ങൾ നമ്മുടെ കൂടെ ജീവിക്കുകയാണ്. അങ്ങനെ എപ്പോഴും മനസ്സിലും ഊണിലും ഉറക്കിലും എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബിൻ്റെ ചര്യകളൊക്കെ പിൻപറ്റി നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നുസ്രത്തുണ്ടാവുകയാണ്. മഅൽ അഷ്ബാലി എന്നവിടെ സിംഹത്തിൻ്റെ കുഞ്ഞുങ്ങളോട് കൂടെ തന്നെ ജാഗ്രതയോടെ കിടക്കുന്ന ആ സിംഹം എത്രത്തോളം ശ്രദ്ധയോടുകൂടിയായിരിക്കുമോ അത് കിടക്കുന്നത്, തൻ്റെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും എടുക്കാൻ വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ മഅയ്യത്ത് എപ്പോഴും ഉണ്ടാകണമെങ്കിൽ അള്ളാഹിനെയും അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും എപ്പോഴും ഓർത്തുകൊണ്ട് നമ്മൾ ജീവിക്കണം. പരിശുദ്ധ ഖുർആൻ ഒരുപാട് ആയത്തുകളിലൊക്കെ അത് പറയുന്നുണ്ടല്ലോ. അല്ല, അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഗുഹയിൽ വിളിച്ചു നിൽക്കുന്ന സമയത്ത് ശത്രുക്കളുടെ കാൽപാദങ്ങൾ നമ്മളന്ന് വിവരിച്ചു, ഗുഹാമുഖത്ത് നിന്ന് കാണുന്നുണ്ട്, അവരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ ഇവരെ കാണാൻ പറ്റും, ഇവരെ വധിച്ചു കളയും. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന വാക്കുണ്ടല്ലേ, എന്താണ്? നിങ്ങൾ പേടിക്കണ്ട, ഇന്നല്ലാഹ മഅന, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. കണ്ട ആ മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ബോധം നമുക്കുണ്ടാവും. അതെപ്പോഴും ഉണ്ടാകണം, അല്ലാതെ എപ്പോഴെങ്കിലും കുടുങ്ങുന്ന സമയം അല്ലാഹ് കൂടെ ഉണ്ട് എന്നല്ല. എപ്പോഴും പലിശക്ക് പണമാക്കാം, നാട്ടിലേക്ക് പെട്ടെന്ന് വീടുണ്ടാക്കാം, അപ്പോൾ നിന്റെ ചിന്തയിലുണ്ടാവണം ഇന്നല്ലാഹ മഅന. ആരും അറിയാതെ ഞാൻ പെട്ടെന്ന് പോയി വരാമെന്നാണ് നമ്മൾ ഏരിയയിലേക്ക് പോയിട്ട് പലിശക്ക് പണം അയക്കുന്ന ഓഫീസിൽ പോയിട്ട് അയക്കാം, ആരും അറിയുന്നില്ല. പക്ഷേ ഇന്നല്ലാഹ മഅന, നീ ഇവിടുന്ന് ഇറങ്ങുമ്പോഴും അവിടെ നീ എണ്ണി കൊടുക്കുമ്പോഴും ഒപ്പിടുമ്പോഴും അഡ്രസ്സ് കൊടുക്കുമ്പോഴൊക്കെ ആരും നിൻ്റെ കൂടെയുണ്ട്. ഇന്നല്ലാഹ മഅന ആണോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കസ്റ്റമറെ പറ്റിച്ചിട്ട് നമുക്ക് സാധനം വിൽക്കാം, ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഇരട്ടി വിലക്ക് വെക്കാം. പക്ഷെ ആ സമയത്തും ആരവിടെ ഉണ്ട്? ഇന്നല്ലാഹ മഅന ആണ്. ആ മഅയ്യത്ത് എന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴുണ്ടാവുന്നു, അള്ളാഹു നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവും. കണ്ടോ, ആ മഅയ്യത്ത് നമ്മുടെ കൂടെ ഉണ്ടാവും. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുസ്രത്ത് നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ ഈ ബൈത്തിലൂടെ, അല്ലാണ്ട് ഇവിടെ ബുർദ ബൈത്തിലൊരു സിംഹത്തിൻ്റെ കഥ പറയുന്നതല്ല. അത് ശത്രു എന്നുള്ള നിലക്ക് അത്രയും കഠോരമായ, ഒന്നും ചിന്തിക്കാനില്ലാത്ത, ചാടി വീഴുന്ന ആ ശത്രു പോലും നിശബ്ദരായി നിന്ന് പോകുമെങ്കിൽ അതിനേക്കാളും വലിയതാണ് പിന്നെ നമ്മുടെ യഥാർത്ഥ ശത്രുക്കളും നമ്മൾ ടെൻഷനാകുന്ന, ആകെ ബേജാറാകുന്ന പല സംഭവങ്ങളും. അവിടെയൊക്കെ നമുക്ക് അള്ളാഹിൻ്റെയും അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും നുസ്രത്ത് ഉണ്ടാവും എന്നാണ്. കാരണം ബുസൈരിമാമനൊക്കെ അത് അനുഭവിച്ചതാണല്ലേ. രോഗിയായി കിടന്നിട്ട്, നരക്ക് കീഴ്പോട്ട് തളർന്നു കിടന്നിട്ട് വീട്ടുകാരെ പോലും ഒഴിവാക്കുന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയെന്നാണ് ചരിത്രം പറയുന്നത്. ഒന്നിനും കഴിയുന്നില്ല, ഒരുപാട് ചികിത്സിച്ച്. അപ്പോഴാണ് അദ്ദേഹം തൻ്റെ ഹബീബിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇത് ശിഫയാകണം എന്ന് നേർച്ചയാക്കിയിട്ട് ബൈത്ത് എഴുതാൻ തുടങ്ങി. കണ്ടോ, അപ്പോൾ ലഭിച്ചു, മഅയ്യത്ത് ലഭിച്ചു. റസൂലുള്ളാഹി സ്വപ്നത്തിൽ വന്നു, തടവി, ബുറുദ പുതപ്പിച്ചു, ശിഫയായി. ആ ബറക്കത്തുള്ള ഈ ബുറുദ എന്തായി? ലോകത്ത് ഇന്നും അറിയപ്പെടുന്ന വളരെ മുബാറക്കായ ഒരു ഖസീദയായി മാറി. കണ്ടോ, ഇന്നും സ്മരിക്കപ്പെടുകയാണ്. ഇനി അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ അതിലുണ്ടായത് കൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയായിട്ട് അത് നമ്മൾ പറയാതെ ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ വലിയൊരു പോയിന്റ് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇന്ന് പറഞ്ഞത്.
ഇനി ഇന്നത്തെ ബൈത്ത് കം ജദ്ദലത് കലിമാത്തുല്ലാഹി മിൻ ജദീലിൻ ഫീഹി വകം ഖസമൽ ബുർഹാനു മിൻ ഖസ്മി മൗലായ സ്വല്ലി വസല്ലം. അപ്പം ഇതുവരെ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊരു യുദ്ധത്തെക്കുറിച്ച് പറയുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള ചരിത്രം വിവരിക്കുന്ന ഒരു ഖസീദയല്ല, അല്ലേ? ഇതെന്താണ്? മദ്ഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം യുദ്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും എന്ത് വിഷയങ്ങൾ ഇതിൽ നമ്മൾ ഓരോ സെക്ഷനാക്കി തിരിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ എന്ത് തന്നെയാണ്? മദ്ഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിപ്പോൾ എങ്ങനെയാവും? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ഏൽപ്പിച്ച ഈ ദൗത്യം അത് പൂർത്തീകരിക്കാൻ വേണ്ടി, ഇസ്ലാമിൻ്റെ ദഅവത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നബിത്തങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ അള്ളാഹു എന്ത് ചെയ്യുകയാണ്? ഇല്ലാതാക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ജിഹാദ് പറയുന്ന സമയത്ത് അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിച്ച ആ ധീരരായ സ്വഹാബികളെ കൊണ്ട് അള്ളാഹു ആരെ സഹായിക്കുകയാണ്? ഹബീബുന റസൂലുള്ളാഹി. അവിടെയാണ് റസൂലുള്ളാഹിൻ്റെ മദ്ഹ് വരുന്നത്. നബിത്തങ്ങളുടെ സ്വഹാബത്തിൻ്റെ മദ്ഹ് നമ്മൾ പറയുമ്പോൾ അവർ കാഴ്ചവെച്ച ആ ധീരമായ പോരാട്ടം നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആരുടെ മദ്ഹ് തന്നെയാണ്? നബിത്തങ്ങളുടെ മദ്ഹ് തന്നെയാണ്. അപ്പം നബിത്തങ്ങളെ അങ്ങനെ അള്ളാഹു സഹായിച്ചു. ഇനി മറ്റൊരു രീതിയിലുള്ള സഹായം, ഇസ്ലാമിൻ്റെ ദഅവത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിട്ടിറങ്ങുമ്പോൾ നബിത്തങ്ങളെ കളിയാക്കുകയും നബിത്തങ്ങളെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്ത ശത്രുക്കൾ പല രീതിയിൽ അവർ തിരഞ്ഞു നോക്കി. അപ്പോൾ കായികമായിട്ട് നമ്മൾ തകർക്കാൻ വേണ്ടി ഒരുങ്ങി വരുന്നവരെ കായികമായിട്ട് തന്നെ നേരിട്ടു. ഇനി കവിത ചൊല്ലിയിട്ട് നമ്മൾ ആക്ഷേപിക്കാൻ വരുന്നവരെ അതിനുതകുന്ന സ്വഹാബികളെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പോലത്തെ വലിയ വലിയ കവികൾ നബിത്തങ്ങൾക്കുണ്ടായിരുന്നു. അവരങ്ങനെ നേരിട്ടു. ഇനി ചില ശത്രുക്കൾ പല ചോദ്യങ്ങളും ഇങ്ങനെ ചോദിച്ചിട്ട് നബിത്തങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്നു. അതിൻ്റെ മറുപടി ആര് പറഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു. ഖുർആനിൽ അതിന് വായടപ്പൻ മറുപടി കൊടുത്തിട്ട് അള്ളാഹു നബിത്തങ്ങളെ സഹായിച്ചു. കൊണ്ടോ? നബിത്തങ്ങൾക്ക് അവിടെ നിന്നും പതറേണ്ടി വന്നില്ല. ഉടൻ അള്ളാഹു മറുപടി വഹിയായിട്ട് ഇറക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. കം ജദ്ദലത് കലിമാത്തുല്ലാഹി മിൻ ജദീലി ഫീഹി വകം ഖസമൽ ബുർഹാനു മിൻ ഖസ്മി. കം ജദ്ദലത്, കം ജദ്ദലത്, എത്രയെത്ര തർക്കങ്ങൾക്ക് ആണ് ഉത്തരം കൊടുത്തത്. ആ തർക്കങ്ങൾക്ക് അതിനുള്ള വായടപ്പൻ മറുപടി കൊടുത്തിട്ട് ഉത്തരം മുട്ടിച്ചത് ആര്? കലിമാത്തുല്ലാ, അള്ളാഹുവിൻ്റെ കലിമത്തുകൾ അഥവാ ആയാത്തുൽ ഖുർആനി, ഖുർആനിൻ്റെ ആയാത്തുകൾ, അതിനൊക്കെ മറുപടി കൊടുത്തു. എത്രയെത്ര എന്ന് പറഞ്ഞല്ലോ, അതാരാണ്? മിൻ ജദിലിൻ, വളരെ ശക്തിയോടെ ഉത്തരം നൽകാൻ ഈ ചോദ്യം ചോദിച്ചിട്ട് തർക്കിച്ച് വരുന്ന ആളുകൾ. ആ ജദിൽ എന്ന് പറഞ്ഞാൽ വളരെ നൈപുണ്യമുള്ള ആളുകൾ, ആ വിഷയത്തിൽ തർക്കിക്കാനുള്ള ആ ശക്തിയോടെ തർക്കിക്കുന്ന ആളുകൾ. അത്തരം ആളുകൾ ഫീഹി, ഫീഹി എന്നുള്ള ദമീർ മടങ്ങുന്നത് ഫീ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ നബിത്തങ്ങളെ ഉത്തരം മുട്ടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിന് വ്യാമോഹിച്ചുകൊണ്ട് വളരെ ശക്തമായ ചോദ്യങ്ങളുമായി മുന്നിട്ട് വന്ന തർക്കിച്ചു വന്ന ആളുകൾക്ക്, അങ്ങനെ അത്രയത്ര ആളുകൾക്കാണ് കലിമാത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുത്തത്. അതേപോലെ വകം ഖസമൽ ബുർഹാൻ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ എത്രയാണ് മറുപടി കൊടുത്തത് എതിരാളികൾക്ക്. ആരിൽ? മിൻ ഖസ്മി, ഒരുപാട് ഖസ്മ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ജദിൽ പോലെ വളരെ നൈപുണ്യമുള്ള ആളുകൾ തർക്കിച്ച് തോൽപ്പിക്കാൻ. നമ്മളിപ്പോൾ ഇതിൻ്റെ ചോദ്യോത്തര വേളയിലൊക്കെ അങ്ങനത്തെ ആളുകളെയായിരിക്കും അവർ കൊണ്ടുവരുന്നത്. അങ്ങനെ അവർ കൂട്ടത്തിൽ സെലക്ട് ചെയ്ത് ചോദിച്ച് ഉത്തരം പൊട്ടിക്കാൻ പറ്റുന്ന ആളുകൾ, നൈപുണ്യമുള്ള ആളുകൾ. അങ്ങനത്തെ എത്ര ആളുകളെയാണ് അൽ ബുർഹാൻ, വ്യക്തമായ പല മുഅ്ജിസത്തുകളും അള്ളാഹു കൊടുത്തിട്ട് അവരെ ഉത്തരം പൊട്ടിച്ചത്. ഇപ്പോഴും അള്ളാഹുവിൻ്റെ സഹായം പരിശുദ്ധ ഖുർആനിലൂടെയുള്ള ഉത്തരങ്ങൾ മാത്രമല്ല, വ്യക്തമായ പല ദൃഷ്ടാന്തങ്ങളും അള്ളാഹു കൊടുത്തിട്ട് അവിടെയൊക്കെ അള്ളാഹു ആരെ സഹായിച്ചു? ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ മഹാന്മാർ പറയുന്നില്ല എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ബൈത്തിൻ്റെ
വിശദീകരണത്തിൽ. അതായത് യഹൂദികൾക്ക് മുമ്പുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും പല സംഭവങ്ങളും മനസ്സിലായിരുന്നു. ഇങ്ങനൊരു അവസാന പ്രവാചകൻ വരാനുണ്ട്, ആ പ്രവാചകനെ ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ അറിയും, ആ പ്രവാചകൻ സത്യപ്രവാചകനാണെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇന്നാലിന്ന ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ ചില ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചില ചോദ്യങ്ങൾക്ക് ഇതെനിക്കറിയുകയില്ല, അള്ളാഹുവിനെ അതിനറിയൂ എന്ന് മറുപടി നൽകുകയും ചെയ്യും. എന്നാൽ സത്യപ്രവാചകനാണ്. എല്ലാത്തിനും ഉത്തരം നൽകുകയോ അല്ലെങ്കിൽ ഒന്നും എനിക്ക് അറിയുകയില്ല എന്ന് പറയുകയോ ചെയ്താൽ അയാൾ തട്ടിപ്പാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് യഹൂദികൾ ഈ ഖുറൈശികളോട് എന്താക്കി രഹസ്യമായിട്ട് ഓതിക്കൊടുത്തു. അവിടെ നിങ്ങളൊന്ന് മുഹമ്മദിൻ്റെ അടുത്തേക്ക് പോയിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ, ആ ചോദ്യങ്ങളൊക്കെ അവർ പറഞ്ഞെടുത്തുന്നതാണ്. അങ്ങനെ ഇവർ പോയി. അങ്ങനെ ഇവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ ആരാണ്, അവരെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞൊരു സംഭവത്തെക്കുറിച്ചാണ്. സത്യപ്രവാചകനാണെങ്കിൽ അത് അറിയണമല്ലോ, അല്ലാതെ പിന്നെ എങ്ങനെ ഈ ഉമ്മത്തിന് അതിൻ്റെ പാഠങ്ങളൊക്കെ പഠിപ്പിക്കൽ. ഉടൻ അള്ളാഹു ഖുർആനിൽ അത് ഇറക്കുകയാണ്. സൂറത്തുൽ കഹ്ഫ് ഇറക്കിയിട്ട് വളരെ വ്യക്തമായിട്ട് ആദ്യം മുതൽ അവസാനം വരെയുള്ള ചരിത്രം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. അത് മഹാന്മാർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ദുൽഖർനൈനി എന്ന് പറഞ്ഞ ഒരാളെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദിച്ചു. പെട്ടെന്ന് നമ്മൾ വിചാരിക്കല്ലേ ദുൽഖർനൈൻ ആയിരിക്കും, എപ്പോഴോ നടന്നൊരു സംഭവം. അന്നാണെങ്കിൽ മുമ്പ് ചരിത്രം വായിച്ചിട്ടോ പഠിച്ചിട്ടോ ഒന്നും ഇല്ലാത്ത നബിയാണ്. ആര് വഹീകരിക്കണം? അള്ളാഹു വഹീകരിക്കണം. ഉടൻ അള്ളാഹു സഹായിച്ചു. യസ്അലൂനക അൻ ദുൽഖർനൈനി എന്നൊരു ഇതുണ്ട് ഖുർആനല്ലേ, ദുൽഖർനൈനെ കുറിച്ച് അവർ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ദുൽഖർനൈൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇനി മറ്റൊരു ചോദ്യം അവർ ചോദിച്ചു, ആത്മാവിനെ സംബന്ധിച്ച്, റൂഹിനെ സംബന്ധിച്ച് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഷർത്ത് എന്താണ്? എല്ലാ ചോദ്യത്തിനും ഉത്തരം നൽകാനും പാടില്ല. ഏതെങ്കിലും ഒന്നിന് അള്ളാഹ്ക്കേ അത് അറിയൂ എന്ന് പറയണം. യസ്അലൂനക അനിർ റൂഹി, റൂഹിനെ സംബന്ധിച്ച് അവർ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, റൂഹിനെ സംബന്ധിച്ച് എനിക്കൊന്നും പറയാൻ സാധിക്കുകയില്ല, അത് അള്ളാഹുവിൻ്റെ അമ്രിൽപ്പെട്ടതാണ്. ആണോ, അള്ളാഹുവിലേക്ക് അത് ഏൽപ്പിച്ചു. അപ്പോൾ ഇവർ വിചാരിച്ച പോലെ തന്നെ ആയി. മുമ്പേ ഇവർ വ്യാമോഹത്തോടെ വന്ന് ഉത്തരം മുട്ടിക്കുക എന്നുള്ള ഇതൊക്കെ അവർക്ക് മാറി ഇതൊരു സത്യമായൊരു പ്രവാചകനാണെന്ന് അവർക്ക് മനസ്സിലായി. കണ്ടോ, അള്ളാഹുവിൻ്റെ സഹായം എല്ലാ സമയത്തും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഇനി ബുർഹാൻ എന്ന് പറഞ്ഞത് അതാണ് കലിമാത്തുള്ള, നേരത്തെ പറഞ്ഞ കലിമാത്തുള്ള. ഇനി ബുർഹാൻ എന്ന് പറഞ്ഞത് പുറത്തുള്ള മറ്റുള്ള ദൃഷ്ടാന്തങ്ങൾ. നീ ഒരു സത്യപ്രവാചകനാണെങ്കിൽ ഈ കാണുന്ന ചന്ദ്രനെ 2 പിളർപ്പാക്കി തരൂ എന്ന് പറഞ്ഞു. പതറിപ്പോകല്ലേ സാധാരണ മനുഷ്യനാണെങ്കിൽ. അള്ളാഹു നബിത്തങ്ങൾക്ക് തോന്നിപ്പിച്ചു. നബിത്തങ്ങൾ പരിശുദ്ധ കരമങ്ങോട്ട് ഉയർത്തേണ്ട താമസം അത് 2 പിളർപ്പായി. ആണോ, അള്ളാഹുവിൻ്റെ സഹായമുണ്ടായി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇത്തരം വിഷയങ്ങൾ പറയും. അതൊക്കെ നബിത്തങ്ങൾക്കുള്ള മദ്ഹായിട്ട് മാറുകയാണ്. അതുപോലെ മറ്റുള്ള പല ദൃഷ്ടാന്തങ്ങളും പല സംഭവങ്ങൾ പല ഘട്ടങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തിട്ട് ഓരോ ഘട്ടങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായിട്ടുണ്ടെന്നാണ്. ഇനി അടുത്ത ബൈത്ത് ജിഹാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നുള്ള ഈ ഭാഗത്തിൻ്റെ അവസാനത്തെ ബൈത്താണ് അല്ലേ. കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മി മുഅ്ജിസതൻ ഫിൽ ജാഹിലിയ്യതി വത്തദീബി ഫിൽ യുത്മി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. കഫാക്ക നിനക്ക് മതി, ബിൽ ഇൽമി ഇൽമ് തന്നെ മതി, കാമിലായ ഇൽമ് തന്നെ മതി. ആരിലുള്ള ഇൽമ്? ഫിൽ ഉമ്മി ഉമ്മിയായ നബിയിലുണ്ടായ ആ അൽ ഇൽമ്. അൽ ഇൽമ് എന്നുള്ള അലിഫ്ലാം മഹാന്മാർ പറയുന്നു അവിടെ അർത്ഥം കാമിലായ ഇൽമ്, ഇൽമുൽ ഔവലീന വൽ ആഖിരീൻ, എല്ലാം അടങ്ങിയ ഇൽമ്. ദുനിയാവിൻ്റെ സൃഷ്ടിപ്പ് മുതൽ ഇനി ഖിയാമത്ത് നാൾ വരുന്നവരെ
എന്തൊക്കെ ഇൽമുണ്ടോ അത് ദുനിയാവിലുള്ള ഇൽമ. ഇനി ആഖിറത്തിൽ അള്ളാഹു കൊണ്ടുപോയിട്ടല്ലേ, അള്ളാഹു ആ നരകവും സ്വർഗവും അതിലുള്ള കാര്യങ്ങളും എന്നല്ല, ഇനി പറയാത്ത എത്രയോ ഇൽമുകൾ അള്ളാഹു കൊടുത്തു. ഫൗഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, മേറാജിൻ്റെ രാത്രിയെക്കുറിച്ച് പറയുന്നു അല്ലേ. അന്ന് അള്ളാഹുവും നബി തങ്ങളും കണ്ടുമുട്ടിയപ്പോൾ പലതും കൊടുത്തു എന്നാണ്. എന്ത് കൊടുത്തു എന്ന് പോലും ഖുർആൻ പറയുന്നില്ല. അങ്ങനെ നമുക്കറിയിക്കാത്ത എത്രയോ കാര്യങ്ങൾ, നമുക്കാകെ തക്ലീഫിൻ്റെ കാര്യങ്ങൾ അല്ലേ, ഏതൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണ്ട എന്നുള്ള നമുക്ക് ബന്ധപ്പെട്ട മുക്കല്ലഫീങ്ങൾക്കായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതല്ലാത്ത എത്രയോ ഇൽമ നബി തങ്ങൾക്ക് നൽകി. എന്നാൽ നബി തങ്ങൾ എവിടെയെങ്കിലും സ്കൂളിൽ ചേർന്ന് കോളേജിൽ ചേർന്ന് ബിരുദെടുത്ത ആളാണോ, പഠിച്ച ആളാണോ? ഒന്നുമില്ല. നമുക്ക് ചരിത്രത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ഒന്നും അങ്ങനത്തെ ഒന്നും കാണാൻ പറ്റില്ല. ഇത്രാമത്തെ വയസ്സിൽ നബി തങ്ങൾ സ്കൂളിൽ ചേർത്തു, നബി തങ്ങളുടെ മാഷ് ഇന്നാളായിരുന്നു, ടീച്ചർ ഇന്നാളായിരുന്നു, അങ്ങനെയൊന്നും നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഇന്ന ദർസിൽ ചേർത്തു, ഇന്ന ആളായിരുന്നു ഷെയ്ഖ് എന്നൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഉമ്മിയായിരുന്നു നബി. ഒരു സ്വലാത്തിൽ കാണാമല്ലോ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അല്ല, ഉമ്മിയായ നബി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് മദ്ഹാണ്. എന്നാൽ നമ്മെപ്പോലത്തെ ആളുകളെ കുറിച്ച് പറയുമ്പോൾ അത് ദമ്മാണ്. ഒരാൾ എഴുത്തലാണ് അല്ലേ, നമ്മൾ ആ മേഖലാ പ്രസിഡൻറ്റിന് സ്വന്തം പേര് പോലും എന്താക്കില്ല, കൂട്ടി എഴുതാൻ പറ്റില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന്, അത് വലിയ മദ്ഹ അല്ല, അത് ഏറ്റവും വലിയ ദമ്മാണ് ആളെ കൂട്ടത്തിലല്ലേ. എഴുതാനും വായിക്കാനും അറിയാത്തവനും പിടിച്ച് പ്രസിഡൻ്റാക്കിയെന്ന് പറയും. എന്നാൽ ലോകത്ത് ഏറ്റവും മദ്ഹായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ഫുകളിൽ ഉമ്മിയായ നബി എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ പറയാൻ ചൊല്ലപ്പെടും ഉമ്മിയായ നബി, ഉമ്മിയായ നബി. അപ്പോൾ നമ്മൾ അർത്ഥം പറയാം, കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മി, ഉമ്മിയാ നബിയിൽ ഉണ്ടായിരുന്ന കാമിലാ ഇൽമു, ഒന്നും ഒഴിവാകാത്ത ആ കാമിലാ ഇൽമു തന്നെ നിനക്ക് മതി. എന്തായിട്ട്? മുഅ്ജിസത്തൻ, നബി തങ്ങളുടെ ഒരു മുഅ്ജിസത്തായി അതിന് മതി, വേറൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എപ്പോൾ? ഫിൽ ജാഹിലിയ്യത്തി, ജാഹിലിയ കാലഘട്ടത്തിലാണ് ഈ അവ്വലീന വൽ ആഖിരീൻ എല്ലാ ഇൽമുകളും അള്ളാഹു നൽകിയത്. കണ്ടോ, ജാഹിലിയത്തിൽ അന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല. ഇനി പഠിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയാലോ, പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല. നബി തങ്ങൾക്ക് മുമ്പ് വന്ന അവസാനത്തെ പ്രവാചകൻ വന്നിട്ട് 500-600 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, ആ അന്ധകാര യുഗത്തിൽ മുങ്ങിക്കുളിക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. സംസ്കാരത്തിൻ്റെ ഒരു സീമ പോലും അവിടെ ബാക്കിയില്ല. ആ ഘട്ടത്തിലാണ് നബി തങ്ങൾ പൂജാതനാകുന്നത്. അപ്പോൾ അതിനൊരു സാധ്യതയില്ല. ആണ് ജാഹിലിയത്തി, ആ ജാഹിലിയ യുഗത്തിൽ എല്ലാ ഇൽമുകളും നൽകപ്പെട്ടു എന്നുള്ളത് തന്നെ നബിത്തങ്ങൾക്കുള്ളൊരു മുഅ്ജിസത്തായിട്ട് നിനക്ക് മനസ്സിലാക്കാം. വേറെ കൂടുതലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല നബിത്തങ്ങളെക്കുറിച്ച്. വത്തഅ്ദീബി, അത്തഅ്ദീബ് എന്നുള്ള അലിഫ്ലാം ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ കാമിലായ അദബും കുരുത്തവുമുള്ളൊരു കുട്ടിയായിട്ട് നബിത്തങ്ങൾ വളർന്നു. എന്തായിട്ട് പോലും ഫിൽ യുത്തുമി, അനാഥനായിട്ട് ജനിച്ചിട്ട് പോലും അല്ലെ, യതീമായിട്ട് ജനിച്ച കുട്ടിയായിട്ട് പോലും സ്വന്തം പിതാവ് ഉണ്ടാകുന്ന സമയത്തൊരു കുട്ടിക്ക് ലഭിക്കുന്നതിനേക്കാളും അദബും കുരുത്തവും സംസ്കാരവും എല്ലാം നൽകപ്പെട്ട ഒരു രീതിയിൽ ആ കുഞ്ഞായി മാറി. യതീമക്കളാകുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ ആളില്ലാതെയാവും അല്ലേ, ആരുടെയെങ്കിലും പിന്നെ കാരുണ്യത്തിൽ ഇങ്ങനെ ജീവിക്കുകയാണ്, യതീംഖാനയിലോ അല്ലെങ്കിൽ കുടുംബങ്ങളുടെയോ പിന്നെ അവരുടെ ചിലവിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. അവർ സ്വന്തം മക്കൾക്ക് കൊടുക്കുന്ന പോലെ ഒന്നും ഇവർക്ക് കൊടുക്കുകയില്ല. വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ഏതെങ്കിലും ഗവൺമെൻറ് സ്കൂളിൽ മറ്റോ ചേർക്കുന്നില്ലാതെ, അല്ലെങ്കിൽ യതീംഖാനയിൽ കൊണ്ടാക്കും. സ്വന്തം മക്കൾക്കാണെങ്കിൽ നല്ല നല്ല സ്കൂളുകളിലൊക്കെ പിന്നെ പൈസ കൊടുത്ത് നല്ല പിന്നെ വിദ്യാഭ്യാസം കൊടുക്കും, എന്നിട്ട് ഉന്നതമായ കോഴ്സുകളിലേക്ക് ചേർക്കും. അങ്ങനെ അവരെ വളർത്തുമ്പോൾ യതീമായ കുട്ടി ഉണ്ടെങ്കിൽ അവരെവിടെങ്കിലും ഇങ്ങനെ അനാഥാലയത്തിൽ ചേർക്കും. അപ്പോൾ തമ്മിൽ നിന്ന് വലിയൊരു വ്യത്യാസമുണ്ടാകും സ്വന്തം മക്കളെക്കാളും മറ്റുള്ള മക്കൾക്ക്. എന്നാൽ നബിത്തങ്ങളും അനാഥനായിരുന്നു. പക്ഷേ ലോകത്ത് ഇത്രയേറെ അദബും കുരുത്തവും സംസ്കാരവും ഒക്കെ അടങ്ങിയ ഒരാളെ ചരിത്രത്തിൽ പോലും കാണിക്കാൻ സാധ്യമല്ല. അത് തന്നെ മതി. നബിത്തങ്ങളെ പോറ്റി വളർത്തിയതും തർബിയത്തിൽ നബിത്തങ്ങളെ വളർത്തിയതും ആരായിരുന്നു? അല്ലാഹ്. അതാണ് ഈ ഇൽമു മുഴുവനും കൊടുത്തത് ആരായിരുന്നു? അല്ലാഹ്. അവിടെ ഒരു സ്കൂളിൽ ചേർന്നിട്ടോ അല്ലെങ്കിൽ ഒരു കോളേജിൽ നിന്ന് ബിരുദെടുത്തിട്ടോ ഉണ്ടായ ഇൽമല്ല. അതാണ് ചിന്തിക്കുന്നവർക്ക് വലിയൊരു ദൃഷ്ടാന്തമുണ്ട്. ഇവിടെ മഹാന്മാരതിൻ്റെ വ്യാഖ്യാനത്തിൽ ഒരുപാട് വിവരിക്കുന്നുണ്ട് എന്താണ് ബൂസൈരി ഇമാം ഇവിടെ ഉദ്ദേശിച്ചത് എന്ന്.
ഇവിടെ വ്യക്തമാകുന്നുണ്ട് അന്ന ഇൽമഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൽമ് ലൈസ ഇല്ലാ ബിതഅലീമിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നും ലഭിച്ച ഇൽമു കൊണ്ടല്ലാതെയല്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ അല്ലാഹു ഉമ്മിയാക്കിയത്. അല്ലെങ്കിൽ ഖുർആനിൽ പോലും പലർക്കും സംശയം വരും അല്ലേ, ആ കാലഘട്ടത്തിലൊക്കെ. ഇതിപ്പോൾ മൂപ്പർ പഠിച്ചിട്ടുണ്ടാക്കി അല്ലേ, നല്ല അറബി ഭാഷയിലൊക്കെ കഴിവുണ്ട്, എഴുതാനുള്ള നല്ല കഴിവുണ്ട്, അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നായിരിക്കും. എന്നിട്ട് അത് ഖുർആൻ എന്ന് പറയുന്നതായിരിക്കും. നബിത്തങ്ങൾക്ക് എഴുത്തറിയില്ല, വായന അറിയില്ല. അങ്ങനൊരു വളർത്തിയിട്ട് നബിത്തങ്ങളെ അള്ളാഹു വളർത്തിയിട്ട് ഈ ലോകത്തുള്ള എല്ലാ ഇൽമും അടങ്ങിയ പരിശുദ്ധ ഖുർആൻ, ഇന്നും ലോകത്തുണ്ടാകുന്ന പല പുതുതായ സംഭവങ്ങളും പരിശുദ്ധ ഖുർആനിലുണ്ട് എന്ന് സയൻസ് പോലും ചർച്ച ചെയ്യാം. അതിലേക്ക് സൂചനയുണ്ട്. അവർ പറഞ്ഞാലും ഇല്ലെങ്കിലും ഉണ്ട് എന്നുള്ളത് നമുക്കുറപ്പാണ്. അത് അല്ലാഹു അറിയിക്കുന്നവർക്ക് അതിൻ്റെതായ സമയത്ത് അറിയിച്ചു കൊടുക്കുക. അതാണ് ഫിൽ ജാഹിലിയത്തി എന്ന് പറഞ്ഞതിന് ഉദ്ദേശിക്കുന്നത്. ജാഹിലിയ കാലഘട്ടത്തിൽ ഇൽമ് ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. മാത്രമല്ല നബിത്തങ്ങളെക്കുറിച്ച് ഉമ്മിയ്യ് എന്ന് പറയുമ്പോൾ, ഈ ഉമ്മിയ്യ് എന്നുള്ള വാക്ക് പിന്നെ ഭാഷാർത്ഥത്തിൽ വരാൻ കാരണം, ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉമ്മ അല്ലേ. അപ്പം ഉമ്മ ഒരു കുട്ടിയെ പ്രസവിച്ച അതേപോലെ തന്നെ അവനുണ്ടാവുക. വായിക്കാൻ അറിയില്ല, ചെറിയ കുട്ടിക്ക് വായിക്കാൻ അറിയോ? ഇല്ല. എഴുതാൻ അറിയില്ല. അങ്ങനത്തെ ഒരു അതേ സാഹചര്യത്തിൽ, അതേ ഘട്ടത്തിൽ തന്നെ, അതേ രൂപത്തിൽ തന്നെ ഒരാൾ വളർന്നു വന്നാലും അതേപോലെ എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല. അങ്ങനെയുള്ളവർക്ക് ഉമ്മിയ്യ് എന്ന് പറയുന്നത്. ഉമ്മ പ്രസവിച്ച അതേപോലെ എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഭാഷാർത്ഥത്തിൽ ഉമ്മിയ്യ് എന്ന് അത്തരം ആളുകൾക്ക് പറയാൻ കാരണമെന്ന് ഇതിൻ്റെ ഒരു ഭാഷാപരമായ ഒരു ചർച്ച ഇതിൽ പറയുന്നുണ്ട്. വഹുവ ലാ യഖ്റഉ വലാ യക്തുബു, എഴുതുകയോ വായിക്കുകയോ ചെയ്യാത്തവർ. അല്ലെങ്കിൽ ഔ ബിമുലാഖാത്തിൽ ഉലമായി, അല്ലെങ്കിൽ ആലിമീങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കേട്ട് പഠിക്കുക, അങ്ങനെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ. എഴുതാൻ വായിക്കാമെന്നറിയില്ല, പക്ഷെ എപ്പോഴും എന്താക്കും, പള്ളിയിലുള്ള ക്ലാസ്സിന് പോയിരുന്ന പഠിക്കാമല്ലോ. എന്നാൽ അന്നത്തെ കാലഘട്ടം എന്തുണ്ടായിരുന്നില്ല, അതുപോലത്തെ ഒരു ചാൻസ് പോലും ഉണ്ടായിരുന്നില്ല. ഇത്രയും അന്ധകാരത്തിൽ മുങ്ങിക്കുളിച്ച് ഡാർക്കേജ് യുഗം എന്ന് പോലും അറിയപ്പെട്ട യുഗമായിരുന്നു. അതാണ് അള്ളാഹുവിൻ്റെ ഹിക്മത്ത്. അന്ന് ഇങ്ങനൊരു പ്രവാചകൻ അള്ളാഹു ജനിപ്പിച്ച് ഭുജാതനാക്കിയിട്ട് എല്ലാ ഇൽമുകളും നൽകി. അപ്പോൾ എല്ലാവരും ഉത്തരം മുട്ടിപ്പോയി, ഇത് പ്രവാചകൻ തന്നെയാണ്, അല്ലാതെ ഇങ്ങനെ ഇത്രയും ഇൽമുകൾ ലഭിക്കുകയില്ലല്ലോ. അതേപോലെ തഅദീബും അതേപോലെ തന്നെ ഇത്രയും അദബും കുരുത്തവും ലഭിച്ച ഒരു കുട്ടി. എന്തായിരുന്നിട്ടും നബിത്തങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ആര് വഫാത്തായിപ്പോയി? നബിത്തങ്ങളുടെ പിതാവ് അബ്ദുള്ള എന്നിവർ വഫാത്തായിപ്പോയി. കണ്ടോ, അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അങ്ങനെ ഉണ്ടാക്കിയതാണ്. കാരണം ഫഇന്നൽ അബ ഇവിടെ പറയുന്നുണ്ട് ബാജുരി ഇമാം, തീർച്ചയായിട്ടും പിതാവ് ഗാലിബൻ യഹ്തമ്മു ബിതഅദീബി ഇബ്നിഹി, ഒരു പിതാവ് ഉണ്ടായിരുന്നെങ്കിൽ ആ പിതാവ് തൻ്റെ മകന് അദബ് പഠിപ്പിക്കുവാനും വിദ്യാഭ്യാസം കൊടുക്കുവാനും ശ്രദ്ധ കാണിക്കും. വയസ്ആ ഫീ തക്മീലിഹി ബിഇക്തിസാബി സിഫാത്തിൽ ഹമീദ, നല്ല നല്ല സ്വഭാവങ്ങളെ കൊണ്ട് എൻ്റെ മോന് വളർന്നു വരണം, എല്ലാ രീതിയിലും അറിയപ്പെടണം എന്ന് ഒരു പിതാവ് എന്തായാലും ആഗ്രഹിക്കും. അതിനു വേണ്ടി അദ്ദേഹം ശ്രമിക്കും. ബിഖിലാഫി ഗൈരിൽ അബി, ഈ കുട്ടിയെ മറ്റുള്ള ആര് സംരക്ഷിച്ചാലും ഉപ്പയോളം വരില്ലല്ലോ അല്ലേ മറ്റുള്ളവർ. നമ്മൾ പറഞ്ഞല്ലേ, ഉമ്മയോളം വരില്ല മറ്റുള്ള എത്ര ആളുകൾ സംരക്ഷിച്ചാലും. എന്നാൽ വഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് മാത അബൂഹു ഖബ്ല വിലാദതിഹി, നബി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ മരിച്ചു പോയിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തർബിയത്തിൽ വളർന്നു. ഫീ കഫാലത്തി അമ്മിഹി അബീ ത്വാലിബ്, അബൂ താലിബ് എന്നവരുടെ കഫാലത്തിൽ വളർന്നു. വക്കാന സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി മാറി മുഅദ്ദബൻ ബി അഹ്സനിൽ അഖ്ലാഖി അലാ ഖിലാഫിൽ ആദത്തി ഫിൽ യതീം, ഒരു യതീമായ ഒരു കുട്ടി സാധാരണ വളർന്നു വരുന്നത് പോലെ ആയിരുന്നില്ല നബി തങ്ങളുടെ ആ അദബും കുരുത്തവും സംസ്കാരവും ഒക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ അദബും ഇൽമും കുരുത്തമൊക്കെ പഠിപ്പിച്ചതാര്? നേരിട്ടുള്ള ഗുരുവായൂരായിരുന്നു അല്ലാഹ്. കണ്ടോ, അത് നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ അദ്ദബനി ഫഅഹ്സന തഅദീബി, അല്ലാഹു എനിക്ക് അദബ് പഠിപ്പിച്ചു, അതെന്നെ നല്ല നിലക്ക് അദബ് പഠിപ്പിച്ചു എന്നാണ്.
അതുകൊണ്ടാണ് നിബിത്തങ്ങളുടെ ഗുരു. നമുക്കൊക്കെ ഒരു നീ എവിടെ നിന്ന് പഠിച്ചു, നിൻ്റെ പ്രധാന ഉസ്താദ് ആരെന്ന് വെച്ചാൽ നമുക്കൊരു ഉസ്താദിന് പറയാനുണ്ടാവും. ഒരു പണ്ഡിതനാണെങ്കിൽ അവൻ്റെ ഒരു ഉസ്താദ് ഉണ്ടാവും. എന്നാൽ നിബിത്തങ്ങളെ ആ രീതിയിൽ ആയിരുന്നില്ല അള്ളാഹു വളർത്തിയത്. യതീമായിട്ട് പോലും എല്ലാ അദബുകളും ഒരുമിച്ച് കൂടി, ജാഹിലിയ്യ കാലഘട്ടത്തിലായിരുന്നിട്ട് പോലും, ഉമ്മിയായിരുന്നിട്ട് പോലും എല്ലാ ഇൽമുകളും ഇൽമുൽ അവ്വലീന വൽ ആഖിരീൻ എനിക്ക് നൽകപ്പെട്ടു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മഹാന്മാർ പറയുന്നുണ്ട്, ഇൽമ് എന്നുള്ളത് നബിത്തങ്ങൾക്ക് കൊടുത്ത ഇൽമിൻ്റെ ഒരു അംശം പോലും ഉമ്മത്തിന് ആവശ്യം വന്നിട്ടില്ല. കാരണം ഉമ്മത്തിന് നേരത്തെ പറഞ്ഞ പോലെ ചെയ്യേണ്ടതും ചെയ്യാതിരിക്കേണ്ടതുമായ കാര്യങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബാക്കി നബിത്തങ്ങളും അള്ളാഹുവും തമ്മിലുള്ള ആ ബന്ധം മുഖേന കിട്ടുന്ന ഇൽമുകൾ, ആ പല സിറുകളും അത് ആർക്കും അറിയുകയില്ല. ഇനി അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 10-ാമത്തായി 9-ാമത്തെ അല്ലേ, ആകെ 10 ഇനി 9ഉം 10ഉം. 9-ാമത്തത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് എന്താക്കുക, തവസ്സുൽ ചെയ്യുക. തവസ്സുൽ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 10-ാമത്തത് അൽ ഇസ്തിഗാസത്തു ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടോ സുന്നത്ത് ജമാഅത്തിൻ്റെ നബിത്തങ്ങളെ കുറിച്ച് ഫുള്ള് പഠിച്ചിട്ട് അവസാനം ബുസൈരി ഇമാമ തവസ്സുലും ഇസ്തിഗാസയും ചെയ്തിട്ടാണ് ഈ ബുർദക്ക് വൈൻഡപ്പ് ചെയ്യുന്നത്, നിർത്തുന്നത്. നമ്മൾ കൊണ്ടത് പഠിപ്പിച്ചിട്ട് അത് ജീവിതത്തിൽ എപ്പോഴും ചെയ്യണം എന്നുള്ളൊരു വലിയൊരു സന്ദേശമാണ്. അപ്പോൾ ഇത് 1-2 ബൈത്തുകൾ നമുക്ക് പഠിച്ചിട്ട് ഇന്ന് അവസാനിപ്പിക്കാം. അത്തവസ്സുലു ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 1-ാമത്തെ ബൈത്ത് ഖദംതുഹു ബിമദീഹിൻ നസ്തഖീലു ബിഹി ذنوب عمر مضى في الشعر والخدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. വല്ലാത്തൊരു വരികളാണ്. നമുക്കൊരുപാട് ചിന്തിക്കുകയും കൂടുതൽ അതിൽ ചിന്തിച്ചാൽ കണ്ണ് നിറയുകയും ചെയ്യുന്ന ബൈത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിലായിട്ട് ഇത്രയും മനോഹരമായ, മറ്റൊന്നിനോട് കിടപിടിക്കാത്ത ഈ ബൈത്തുകൾ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം പറയാണ്, ഇതൊരു ഖിദ്മത്താണ് ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ ഞാനൊരു കവിത രചിച്ചു, ഒരു ഖസീദ രചിച്ചു എന്നുപോലും പറയുന്നില്ല. ഞാൻ അള്ളാഹിൻ്റെ റസൂലിന് ചെയ്യുന്ന ചെറിയൊരു എളിയൊരു ഖിദ്മത്താണ് ഈ മദ്ഹ് ഉണ്ടാക്കിയത്. ആദ്യം ഉപയോഗിച്ച വാക്ക് ഖദംതുഹു, ഹു എന്നുള്ള നമീർ മടങ്ങുന്നത് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ ഖിദ്മത്ത് എടുത്തു എന്നാണ്. കണ്ടോ, ഖിദ്മത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ അലയായ ഒരാൾക്ക് അദ്നയായ ഒരാൾ, സ്ഥാനം കൂടിയ ഒരാൾക്ക് സ്ഥാനം കുറഞ്ഞ ഒരാൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതിനാണ് ഖിദ്മത്ത് എന്ന് പറയുന്നത് എന്ന് ഇതിൻ്റെ ഹാഷ്യയിൽ പറയുന്നത്. അപ്പോൾ ഞാനൊന്നുമില്ല, അല്ലാഹു റസൂലിൻ്റെ അല്ലേ കാലിനടിയിലുള്ളൊരു മൺതരിയാവാൻ പോലും ഞാനില്ല എന്ന ചിന്തയോടെ അള്ളാഹു റസൂൽ എനിക്ക് കഴിയുന്ന ഞാനൊരു കവിത ഒക്കെ ഇങ്ങനെ ചെല്ലാനും അള്ളാഹു എനിക്കൊരു കഴിവ് നൽകി. ആ ഒരു കവിത ഉണ്ടാക്കിയിട്ട് എനിക്ക് കഴിയുന്ന പോലെ ഒരു ഖിദ്മത്ത് അള്ളാഹു റസൂലിന് എടുക്കും. നമ്മൾ ചിന്തിക്കണം, ഇതുപോലത്തെ ക്ലാസ്സുകളൊക്കെ അല്ലേ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെയൊക്കെ നിയ്യത്ത് എന്താണ്? നമുക്ക് മറ്റൊരു ഉദ്ദേശവും ഇല്ല, ഒന്നും അല്ലേ, നമ്മൾക്കിത് പണം ലഭിക്കുവാനോ അല്ലെങ്കിൽ ഇത് പത്രമാധ്യമങ്ങളിൽ വരാനോ എല്ലാവരും പുകഴ്ത്തി പറയാനോ ഒന്നുമല്ല. അങ്ങനെ ആയിരിക്കരുത്. പിന്നെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹിൻ്റെ റസൂലും ചെയ്യുന്ന ഒരു ഖിദ്മത്താവും. പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കുക, അതേപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ ഒരു ക്ലാസ്സിനെ കുറിച്ച്. എന്നിട്ട് നമ്മൾ ഈ ചെയ്യുന്ന ഈ മദ്ഹ് പഠിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കുന്ന ചെയ്യുന്ന ഒരു ഖിദ്മത്തായിട്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എന്തിനാണ് ഞാൻ ഈ ഖിദ്മത്ത് എടുക്കുന്നത്? നമുക്കിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു, വളരെ സാമ്പത്തികമായിട്ട് ഇതായി, അപ്പോൾ നമ്മൾ ഒരാൾക്ക് പോയിട്ട് ഖിദ്മത്ത് എടുക്കണം. എന്തെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാം ഒരുപാട് തെറ്റുകൾ ചെയ്തു ആ അർബാബിനോട്, ഇനി അദ്ദേഹം അത് പുറത്തു തരണമെങ്കിൽ, എനിക്കത് മാറ്റിത്തരണമെങ്കിൽ അദ്ദേഹത്തിന് പോയിട്ട് എന്തെങ്കിലും ഖിദ്മത്ത് എടുക്കലേ വഴിയുള്ളൂ. എന്നാൽ നമ്മളിങ്ങനെ ചെയ്യും അത് ഒഴിവാക്കി കിട്ടണമെങ്കിൽ. അതുപോലെ അദ്ദേഹം പറയുന്നത് ഖദംതുഹു ബിമദീഹിൻ അസ്തഖീലു ബിഹി
ഖദംതുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞാൻ ഖിദ്മത്ത് ചെയ്തു, ബിമദീഹിൻ, ഒരു മദ്ഹ് കാവ്യം കൊണ്ട്. മദീഹ് എന്ന് പറഞ്ഞാൽ മദ്ഹ് കാവ്യം, മാ യുംദഹു ബിഹി എന്നാണ്. ഏതൊരു വസ്തു കൊണ്ടാണോ അത് കാവ്യമാണെന്നില്ല. ഇനിയൊരു നമ്മൾ കവിത അല്ലാത്ത മറ്റുള്ള രൂപത്തിലാണ്, ഒരു പ്രസംഗം രൂപത്തിലാണ് നമ്മൾ മദ്ഹ് പറയുന്നെങ്കിൽ അതിനും മദീഹ് എന്ന് പറയും. അപ്പം മാദിഹ് എന്ന് പറഞ്ഞാൽ മദ്ഹ് ചെയ്യുന്നവൻ ഫായില്. മംദൂഹ് എന്ന് പറഞ്ഞാൽ ആരെയാണോ മദ്ഹ് നാം ചെയ്യുന്നത്, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാര്യം കൊണ്ടാണോ മദ്ഹ് നാം പറയുന്നത് അതിന് മദീഹ് എന്ന് പറയും. എന്നിട്ടും അദ്ദേഹം പറയുന്നു, എനിക്കുള്ള ഉദ്ദേശം എന്താണ്, നിയ്യത്ത് എന്താണ്, അസ്തഖീലു ബിഹി, ആ മദ്ഹ് കൊണ്ട് ഞാൻ അഫ്വിനെ തേടുന്നു. അത്ലുബുൽ അഫ്വ, അഫ്വിനെ ഞാൻ തേടുന്നു. എന്തിൻ്റെ അഫ്വ്? അതായത് മാപ്പാക്കാൻ ഞാൻ തേടുകയാണ്. ദുനൂബ ഉംറിൻ മളാ ഫിശ്ശിഅരി വൽ ഖിദമി, എന്ത് ദുനൂബ ഉംറിൻ, എൻ്റെ ആയുസ് കാലഘട്ടത്തിൽ എന്നിൽ നിന്നും സംഭവിച്ചു പോയ തെറ്റുകളൊക്കെ എനിക്ക് പുറത്തു തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാത്തൊരു വാക്കാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദ്ഹ് ചെയ്തിട്ട് ലോകത്ത് അറിയപ്പെടുന്നൊരു കവി ആവണം എന്നല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പിന്നെ അസ്തഖീലു ബിഹി, ഈ മദീഹ് കൊണ്ട്, ഈ മദ്ഹ് കാവ്യം കൊണ്ട് ഞാൻ അഫ്വിനെ തേടുകയാണ്. എന്ത് അഫ്വ് ചെയ്ത് കിട്ടാൻ? ദുനൂബ ഉംറിൻ മളാ ഫിശ്ശിഅരി വൽ ഖിദമി, എൻ്റെ ആയുസ് കാലഘട്ടത്തിൽ എനിക്ക് സംഭവിച്ച തെറ്റുകൾ. എങ്ങനെ തെറ്റുകൾ സംഭവിച്ചു? ഫിശ്ശിഅരി, കവിത രചിക്കുന്നതിലും, വൽ ഖിദമി, മറ്റുള്ള രാജാക്കന്മാർക്കും ഉന്നതന്മാർക്കും ഖിദ്മത്തെടുത്തിട്ടും എനിക്കുണ്ടായ തെറ്റുകൾ പുറത്തു തരാൻ വേണ്ടി, പൊറുക്കപ്പെടാൻ വേണ്ടി, അള്ളാഹു എനിക്ക് അഫൂ ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഏതുകൊണ്ട്? ഈ മദ്ഹിൻ്റെ ബർക്കത്ത് കൊണ്ടതാണ്. കണ്ടോ, ഇതിൽ ചരിത്രത്തിൽ ഒരുപാട് മഹാന്മാർ ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു. ബുസൈരി ഇമാം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ, യുവത്വ കാലഘട്ടങ്ങളിൽ ആ നാട്ടിലെ ദീവാനിൽ, കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു, ഹുക്കൂമത്തിൽ ജോലി ചെയ്ത ആളായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഈ കവിതാ പാഠവും ചെറുപ്പം മുതലേ ഉണ്ടായതുകൊണ്ട് തന്നെ കൊട്ടാരത്തിലെ കവിയായിരുന്നു. കൊട്ടാരത്തിലെ കവിയാകുമ്പോൾ രാജാക്കന്മാരെ പുകഴ്ത്തി പാടേണ്ടി വരും. അങ്ങനെ സമയത്ത് ചിലപ്പോൾ അതിർത്തി വിട്ട് അല്ലേ എന്തൊക്കെ ഇല്ലാത്തൊക്കെ പാടേണ്ടി വരും. ഇങ്ങനെ അയാൾക്കുള്ളത് തന്നെ പാടിയപ്പോൾ അവർക്ക് അവരുടെ കൂട്ടത്തിൽ അതൊരു മദ്ഹായില്ല. ഇങ്ങനെയൊക്കെ ഇപ്പം ഇപ്പോഴത്തെ ചില പ്രാസംഗികരൊക്കെ ചെയ്യുന്ന പോലെ ചില ആളുകളെ കുറിച്ച് ഇങ്ങനെ പറയാം. അപ്പോൾ അതൊക്കെ ഇനി പൊറുക്കപ്പെടണമെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖസീദ ഉണ്ടാക്കേണ്ടി വരും അത്തരം ആളുകളും. അതുപോലെ അന്നത്തെ രാജാക്കന്മാരുടെ ആ കൊട്ടാരത്തിലുള്ള ജോലി ആയതുകൊണ്ട് തന്നെ അവരാവശ്യപ്പെടുന്ന സമയത്ത് സാന്ദർഭികമായിട്ട് കവിത രചിക്കുന്ന ആളുകൾ കവിത പാടേണ്ടി വരും. ആ പോസ്റ്റ് തന്നെ അതാണ്, ശമ്പളം കൊടുക്കുന്നതിനാണ്, കവിയായിട്ടുള്ള പോസ്റ്റാണ്. മാത്രമല്ല വൽ ഖിദമി, ഉന്നതന്മാർക്ക് ഖിദ്മത്തെടുക്കുക എന്നുള്ളൊരു ജോലി ഉണ്ടായിരുന്നു. ഈ രണ്ട് ജോലികളും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും തെറ്റുകൾ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത വാക്കുകളോ മറ്റോ വന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് പുറത്തിട്ട് അള്ളാഹു എനിക്ക് മാപ്പ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഏതുകൊണ്ട്? ഈ മദ്ഹിൻ്റെ ബറക്കത്ത് കൊണ്ട്. അദ്ദേഹം പറയാണല്ലോ, എന്ത്, ഞാൻ മദ്ഹ് ഉണ്ടാക്കിയതിൻ്റെ കാരണം ഇതായിരുന്നു. എനിക്കെന്താവണം? എൻ്റെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടണം. ഇപ്പോൾ ചില മഹാന്മാർ പറയുന്നുണ്ട് ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ, എന്ന് വിചാരിച്ചിട്ട് ബുസൈരി ഇമാം ആദ്യ കാലഘട്ടത്തിലൊക്കെ വളരെ മോശമായിരുന്നു, പിന്നെ എങ്ങനെന്തല്ലോ തെറ്റുകളൊക്കെ ചെയ്ത് നടന്ന ആളായിരുന്നു എന്നല്ല. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. വലിയ മഹാനായിരുന്നു, അള്ളാഹിനെക്കുറിച്ച് ചിന്തയുള്ള ആളായിരുന്നു എന്നാണ്. പക്ഷേ ഇങ്ങനെ സ്വന്തം നഫ്സിനെ കുറിച്ച് വിലപിക്കുമ്പോൾ മനസ്സിലാക്കണം, ഒരു മഹാന്മാരായ ആളുകളിൽ ഉണ്ടാവുന്ന ആ വിലാപമാണല്ലേ. നമ്മൾ ഇത്ര വലിയ ആളായാലും ഇത്ര കാലം ജീവിച്ചിട്ട് എനിക്കൊന്നുമില്ല എന്നുള്ള, ആഖിറത്തിലേക്കൊന്നുമില്ല എന്ന് മഹാന്മാരൊക്കെ പറയുന്നതാണ്. വലിയ വലിയ അത്തിപ്പറ്റ ഉസ്താദിനെ പോലത്തെ ആളുകളൊക്കെ പല സദസ്സിലും പറയുന്ന കേട്ടിട്ടുണ്ട്, ആഖിബത്ത് നന്നാക്കിയിട്ട് മരിപ്പിക്കാൻ വേണ്ടി അല്ലേ, മരിക്കുമ്പോൾ ആഖിബത്ത് നന്നാക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ആര് പറയുന്നത്? വലിയ വലിയാക്കളാണ് പറയുന്നത്, നമ്മളോട് പറയുന്നത്, നമ്മളാളുകാരോട് പറയൽ. അപ്പോൾ അവരൊക്കെ ചിന്തിച്ചത് എന്താണ്? വലിയ വലിയ ത്വരീഖത്തിൻ്റെ മശായിഖന്മാരായിട്ട് പോലും അങ്ങനൊന്നുമില്ല,
എൻ്റെയൊക്കെ ആക്കിബത്ത് എന്താവുമെന്ന് വിലപിച്ചിരുന്നു. അതുപോലെ ബൂസൈരി ഇമാം ചെയ്തതാണ്. അല്ലാതെ അന്ന് പാടുന്ന സമയത്തൊക്കെ എന്തൊക്കെയോ മനഃപൂർവ്വം ഇങ്ങനെ പൊട്ടീസ് അടിച്ചു വിട്ടിട്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതല്ല എന്ന് മഹാന്മാർ പറയുന്നു. കാരണം ഹസനാത്തുൽ അബ്റാറി സയ്യിആത്തുൽ മുഖറബീൻ എന്ന് ഉദ്ധരിച്ചിട്ട് മഹാന്മാർ പറയുന്നു. അബ്റാറിങ്ങളുടെ നല്ലവരുടെ ഹസനാത്ത് എന്ന് അവരെണ്ണുന്ന നല്ല കാര്യങ്ങൾ അത് ആരുടെ സയ്യിആത്തായിരിക്കും? മുഖറബീങ്ങളായ ആളുകൾക്ക് ചിലപ്പോൾ അത് എന്തായിരിക്കും? സയ്യിആത്തായിരിക്കും. അപ്പോൾ നമ്മൾ ഹലാലായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമുക്ക് തെറ്റൊന്നുമില്ല. പക്ഷേ അത് മറ്റുള്ള വലിയ ഔലിയാക്കളത് ചെയ്യുമ്പോൾ അവർക്ക് പേടിയായിരിക്കും, അത് തെറ്റായിരിക്കും. അതുപോലെ അന്നെൻ്റെ ആയുസ്സിൽ ഇങ്ങനെ ചില കാലങ്ങൾ കഴിഞ്ഞു പോയിരുന്നു, അതിലെന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ പൊറുക്കണേ എന്ന് ഈ മദ്ഹിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറയാണ്, ഇത് ഖല്ലദാനിയമാ തുഖ്ശാ അവാഖിബുഹു കഅന്നനി ബിഹിമാ ഹദിയും മിനൻ നഅമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. കാരണം ഇത് ഖല്ലദാനിയ, അദ്ദേഹത്തിന് ഭയങ്കര പേടിയാണ്. അന്നൊരു കാലഘട്ടം ഇങ്ങനെ ജോലിയിലൊക്കെ ഞാൻ ആയിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് അതിൽ ഞാൻ ഒരുപാട് കാവ്യങ്ങൾ പാടി, രാജാക്കന്മാരുടെ മദ്ഹുകളൊക്കെ. ആ ഉന്നതന്മാർക്ക് ഞാൻ ഖിദ്മത്തൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടാകുമോ എന്ന് ചിന്തിച്ച് അദ്ദേഹം ഖേദിച്ച് മടങ്ങുകയാണ്. അപ്പോഴും മുഅ്മിനിൻ്റെ മനസ്സിൽ എപ്പോഴും എന്ത് വേണം? ജീവിതത്തിൽ ഖേദിക്കുക, നദമുണ്ടാവുക എന്നുള്ളൊരു സ്വഭാവം വേണമെന്ന് മഹാന്മാർ ഇതിലൂടെ പറയും. അല്ലാതെ കഴിഞ്ഞതൊക്കെ പോയി, ഞാനിപ്പോൾ വളരെ ഉഷാറായി, മുത്തവ്വായി, അല്ലേ, പള്ളിയിൽ ജോലി കിട്ടി, അങ്ങനെ പോയിട്ട് അല്ല, അങ്ങനെയല്ല. അത് കഴിഞ്ഞത് അവിടെ ഉണ്ടാവും, അതെവിടെ പോകുന്ന അവിടെ ഉണ്ടാവില്ല, അള്ളാഹിൻ്റെ അക്കൗണ്ടിൽ അവിടെ ഉണ്ടല്ലോ. അത് പൊറുക്കപ്പെടിയിക്കണം. അതാണ് ഇദ്ദേഹം ഈ ഒരു അവസരത്തിൽ ഈ ബൈത്തുകളൊക്കെ ഉണ്ടാക്കിയിട്ട് സമർപ്പിക്കുന്ന സമയത്ത് ഇതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ദോഷങ്ങളൊക്കെ പൊറുക്കണം. എന്നിട്ട് പറയാം, ഇത് ഖല്ലദാനിയ, ഈ രണ്ട് കാര്യങ്ങളും എൻ്റെ കഴുത്തിൽ മാലയായി അണിയിക്കപ്പെട്ടപ്പോൾ. എന്തണിയിക്കപ്പെട്ടു? മാ തുഖ്ശ അവാഖിബുഹു, ആഖിബത്ത് പോലും പേടിക്കപ്പെടും. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വലിയ വലിയ അദാബുകൾ ഇതുകൊണ്ട് വന്നു പോകും എന്ന് പേടിക്കപ്പെടുന്ന ഈ രണ്ട് കാര്യങ്ങൾ, അത് എൻ്റെ കഴുത്തിൽ മാലയായി അണിയിക്കപ്പെട്ടു. ഒരു സാഹിത്യ ഭാഷയിൽ പറയാം. ഏത് രണ്ട് കാര്യങ്ങൾ മഹാന്മാർ പറയുന്നു? അശ്ശുഉറു വൽ ഖിദം. ഈ നേരത്തെ പറഞ്ഞതായ കൊട്ടാരത്തിൽ ഞാൻ ആലപിച്ച കാവ്യങ്ങൾ അവരുടെ മദ്ഹായിട്ട്, അതേപോലെ ഉന്നതന്മാർക്ക് ഞാൻ ചെയ്ത ഖിദ്മത്തുകൾ, ഇത് രണ്ടും ഇപ്പോഴും എൻ്റെ ഭയപ്പാടിലാണ്. എൻ്റെ കഴുത്തിൽ ഇങ്ങനെ അണിയിക്കപ്പെട്ട രണ്ട് മാലകൾ പോലെ. എന്തിനാണ് അങ്ങനെ ഉപമിച്ചത്? കഴുത്തിൽ അണിയിക്കപ്പെട്ട മാല കഅന്നനി ബിഹിമാ ഹദിയും മിനൻ നഅമി. കാരണം അന്നൊരു ഒരു ആചാരമുണ്ടായിരുന്നു. ഈ കഅബ ഷരീഫിലേക്ക് ഹജ്ജിന് പോകുന്ന സമയത്ത് അവിടെ വെച്ച് അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ കഴുത്തിൽ അവർ ഒരു അടയാളം അണിയിക്കുമായിരുന്നു. ചെരുപ്പ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു അടയാളം മാലയായിട്ടിടുമായിരുന്നു. അപ്പോൾ ഈ കൂട്ടം ഇങ്ങനെ സംഘം ഇങ്ങനെ പോകുന്ന സമയത്ത് ദൂരെ നിന്ന് നോക്കുന്ന ആളുകൾക്ക് അത്തരം മൃഗങ്ങളെ കണ്ടാൽ എന്ത് തോന്നും? അവരുടെ ആഖിബത്ത് കഴിയാനായി, അവിടെ എത്തിയപാടെ എന്താക്കാണ്, അതിനെ അറുക്കാനുള്ളതാണ് പാവങ്ങൾ, അല്ലേ, ഇപ്പോൾ അടയാളം വെച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ എന്നെ ഞാൻ കാണുന്നത്. ഒരുപാട് തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, അന്ന് പാട്ടും ഇതൊക്കെ പാടി നടന്നിട്ട്. അതുകൊണ്ട് അതൊക്കെ ഇപ്പോൾ എൻ്റെ കഴുത്തിൽ ഇങ്ങനെ അണിയിക്കപ്പെട്ട അടയാളം പോലെ ആയിട്ടുണ്ട്. എന്നെക്കുറിച്ച് പഠിക്കുന്നവരൊക്കെ മനസ്സിലാക്കും, അദ്ദേഹത്തിൻ്റെ കാര്യം പോക്കാണ്. ഒരുപാട് കാലം ഇങ്ങനെ കൊട്ടാരത്തിൽ കവിതയൊക്കെ ചൊല്ലിയിട്ട് അങ്ങനെയാണ് ഞാൻ എന്നെ ഭയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പുറത്ത് ഞാനൊന്ന് ക്ലിയർ ആവണം. അത് ഉണ്ടാവാൻ വേണ്ടി, ആ ഒരു ശുദ്ധി എനിക്ക് വരാൻ വേണ്ടി ഞാൻ ഈ മദ്ഹ് ബൈത്ത് കൊണ്ട് ബറക്കത്തിന് തേടുന്നു. അതാണ് കഅന്നനി ബിഹിമ. അവിടൊക്കെ ഈ ലമീർ മടങ്ങുന്നത് ബിഹിമ. ഏത് രണ്ടെണ്ണം? കവിതയും ഉന്നതന്മാർക്ക് ഞാൻ എടുത്ത ഖിദ്മത്തുകളെയും കൊണ്ട് ഞാനായതുപോലെയുണ്ട്. ഹദിയൻ, ഹദിയായതുപോലെയുണ്ട്. ഹദിയുൻ മിനൻ നഅമി. ഹദിയ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കഅബ ഷരീഫിലേക്ക് ഹദിയ കൊടുക്കാൻ വേണ്ടി, അവിടെ ബലിയർപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന മിനൻ നഅമി. നഅമ് എന്ന് പറഞ്ഞാൽ ആട്, പശു, ഒട്ടകം, ഇവകളൊക്കെ കൂടിയ ഞാൻ നഅമ് എന്ന് പറയും. ആട്, മാട്, ഒട്ടകം എന്നൊക്കെ നമ്മൾ മുമ്പ് പഠിക്കാറുണ്ട്.
അപ്പോൾ കഅബ ഷരീഫിലേക്ക് ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്ന, കഴുത്തിൽ അടയാളമിട്ട് കൊണ്ടുപോകുന്ന ഒരു ബലിമൃഗത്തിനെ പോലെയുണ്ട് ഇപ്പോൾ എന്നെക്കുറിച്ച് ഞാൻ കാണുന്ന ആ നോട്ടം. ഈ രണ്ട് കാര്യങ്ങൾ എൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഓരോ ദുനൂബുകളായിട്ട് ഇങ്ങനെയുണ്ട്. അതെനിക്ക് പുറത്ത് കിട്ടണം. അസ്തഖീലു ബിഹി, ഈ മദ്ഹ് കൊണ്ട് ഞാൻ എന്താക്കുന്നു, അള്ളാഹുവിനോട് അഫ്വിനെ ചോദിക്കുന്നു. ദുനൂബ ഉംറിൻ, അവിടെ കുറച്ചു കാലം അങ്ങനെ ഉണ്ടായിരുന്നു. അത് ഇദ്ദേഹം ഈ ആയുസ്സിൽ തന്നെ മുമ്പ് കഴിഞ്ഞു പോയ ആയുസ്സിൽ എനിക്കുണ്ടായ ദുനൂബുകൾ എന്ന് പറഞ്ഞിട്ട് വിലപിക്കുകയാണ്. അതുകൊണ്ട് മഹാന്മാർക്കുള്ള ഒരു ജീവിത രീതിയാണ്. ഒരു വൈത്തും കൂടി ചൊല്ലാം അതിനർത്ഥം ഇതിന് ബന്ധപ്പെട്ട അത്തഉതു ഗയ്യസ്വബാ ഫിൽ ഹാലതൈനി വമാ ഹസൽതു ഇല്ലാ അലൽ ആസാമി വന്നദമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈർ ഖൽഖി കുല്ലിഹിം. ഇതന്നെയാണ് പറഞ്ഞിങ്ങനെ വരുന്നത്. അത്തഉതു, ഞാൻ വഴിപ്പെട്ടു. ഏതിനെ? ഗയ്യസ്വബ, എൻ്റെ ചെറുപ്പകാലത്തെ ആ യുവത്വകാലത്തെ വഴികേടിനെ അതിനെ ഞാൻ വഴിപ്പെട്ടു. സ്വന്തം നഫ്സിനെ കുറിച്ച് വിലപിക്കുന്നതല്ലേ. നമുക്കൊക്കെ ആ ചിന്തയുണ്ടാവും. കഴിഞ്ഞു പോയത് കഴിഞ്ഞു. പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് അതൊക്കെ നമ്മൾ കഴിഞ്ഞു എന്നുള്ള ചിന്തിക്കുന്നത്. പക്ഷെ അതൊക്കെ എവിടെയുണ്ട്? ഏടുകളിൽ എഴുതപ്പെട്ട് കിടക്കുകയാണ്. അതൊക്കെ നമ്മളെന്താക്കണം? ഇടയ്ക്കിടയ്ക്ക് വിലപിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. ഫിൽ ഹാലത്തൈനി, ഹാലത്തൈൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ തന്നെ അല്ലേ, ആ കൊട്ടാര കവിയായിട്ട് ഞാൻ പാട്ടുപാടുന്ന ആ സമയത്തും ഖിദ്മത്തെടുക്കുന്ന സമയത്തും ഒക്കെ ഞാൻ എൻ്റെ ആ ചെറുപ്പകാലത്തെ ചുറുചുറുക്കിനോട് വഴിപ്പെട്ടുകൊണ്ട് പലതും ചെയ്തു. എന്നിട്ടോ എനിക്ക് ലഭിച്ചത് എന്താണ്? വമാ ഹസൽതു ഇല്ലാ അലൽ ആസാമി വന്നദമി. ഉണ്ടോ? എനിക്ക് ലഭിച്ചിട്ടില്ല ആ കഴിഞ്ഞുപോയ ആ കൊട്ടാരത്തിൽ ഞാൻ ജോലി ചെയ്ത ആ കാലഘട്ടങ്ങളിൽ ഇല്ല അലൽ ആസാമി വന്നദമി, ഒരുപാട് തെറ്റുകളും വന്നദമി, ആ തെറ്റിനാൽ ഉണ്ടായ ഇങ്ങനെ ഒരു കാലഘട്ടം എനിക്ക് കഴിഞ്ഞു പോയല്ലോ, അതും കൂടി ഇതുപോലെ റസൂലുള്ളാഹിക്ക് ഖിദ്മത്തെടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതങ്ങനെ കഴിഞ്ഞു പോയല്ലോ. പിന്നെ ആ ജോലിയൊക്കെ ഇദ്ദേഹം രാജിവെക്കുന്ന രംഗങ്ങളൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അവരുടെ ഈ വഴികേടുകളും പിന്നെ ഇതിനൊക്കെ എനിക്കിത് പറ്റിയില്ല എന്ന് സ്വന്തം മശായിഖന്മാരുടെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന് തോന്നി. അള്ളാഹു ഒരു ഹിദായത്തിൻ്റെ ഒരു വെളിച്ചം കാണിച്ചു കൊടുത്തു. ഏതുപോലെ ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് തോന്നാണ്, ആദ്യമൊക്കെ എന്തെങ്കിലും മസാല പൊടിച്ചിങ്ങനെ ജോലി ചെയ്യും. പിന്നെ എനിക്ക് തോന്നാണെന്ത്, ഇതിപ്പോൾ ശരിയാവോ, ഇപ്പം ഇങ്ങനെ മക്കൾക്കും ഭാര്യക്കൊക്കെ ഈ ഹറാം ഭക്ഷിപ്പിക്കണ്ടേ എന്നിങ്ങനെ അള്ളാഹു ഹിദായത്തിൻ്റെ വെളിച്ചം കൊടുക്കുമ്പോൾ അവിടുന്ന് രാജിവെക്കും. അദ്ദേഹം അതുപോലെ രാജിവെച്ചതാണെന്ന്. അങ്ങനെ ഇപ്പം എന്തായി? ലോകത്ത് തന്നെ അറിയപ്പെട്ട ഒരു ഖസീദ ഉണ്ടാക്കാനും അള്ളാഹിൻ്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ സാധിച്ചു. കണ്ടു? അതാണ്. അങ്ങനെ ഞാൻ ഈ രണ്ട് ഘട്ടങ്ങളിലും, ഈ രണ്ട് ജോലി ഞാൻ ചെയ്ത ആ ഘട്ടങ്ങളിലും ഞാൻ എൻ്റെ ചുറുചുറുക്കിനോട്, ചെറുപ്പകാലത്തിനോട് ഞാൻ എന്തായി? അതാണ് വയ്യസ്സുബ എന്നാണ്. ചെറുപ്പകാലത്ത് ആ പിന്നെ കാലഘട്ടത്തിനോട് ഞാൻ വഴിപ്പെട്ടു. എന്നിട്ട് എനിക്ക് ലഭിച്ചെന്നെങ്കിൽ ലാഭമുണ്ടോ? ഒമാ ഹസൽത്തു ഇല്ല അലൽ ആസാമി വന്നദമി. ഒരുപാട് തെറ്റുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാവാം. അത് കാരണം ആ കാലഘട്ടം എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ, വെറുതെ ആയല്ലോ എന്നുള്ള ആ നദമും ആ ഖേദവും എനിക്കുണ്ടായി എന്നല്ലാതെ ഒരു ഉപകാരവും അതുകൊണ്ടുണ്ടായില്ല. അതിനുശേഷം അള്ളാഹു എനിക്ക് തൗഫീക്ക് നൽകി. അദ്ദേഹം അന്ന് അസ്മെടുത്തുന്ന എനിക്ക് അള്ളാഹു തന്ന ഈ കഴിവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന എൻ്റെ ഹബീബിൻ്റെ മദ്ഹ് ഞാൻ ആലപിക്കും. എന്തിനു വേണ്ടി? അന്ന് ഈ കവിതാ പാഠവം കൊണ്ട് എനിക്കുണ്ടായ തെറ്റുകളൊക്കെ ഇങ്ങനെ ഒരു കവിത കൊണ്ട് തന്നെ എന്താക്കണം? ഫുള്ള് കഴുകിക്കളയണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല ഇതേ മദ്ഹ് നാം ആലപിക്കുകയും പഠിക്കുകയും അതിനുവേണ്ടി ഈ വൈകിയ സമയം ചെലവഴിക്കുന്നതിൻ്റെയും കാരണം കൊണ്ട്, ഈ സബബ് കൊണ്ട് അള്ളാഹു നമ്മുടെയും എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ. അള്ളാഹുവിനെ ഓർമ്മിക്കാതെ, അള്ളാഹിൻ്റെ റസൂലിനെ ഓർമ്മിക്കാതെ ഒരുപാട് തെറ്റുകളൊക്കെ നമ്മളിങ്ങനെ ചെയ്തു പോയിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ ഈ ചെലവഴിക്കുന്ന ഈ സമയത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, അള്ളാഹിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ആലപിക്കുന്ന ഈ ബറക്കത്ത് കൊണ്ട്, ബുസീരി ഇമാം പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്.
ഇനിയുള്ള ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിനോട് ഒട്ടിച്ചേർന്ന് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, ഈ വൃദ്ധയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ രോഗങ്ങൾക്കും നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ ആരൊക്കെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ അവർക്കൊക്കെ നീ ഈ വൃദ്ധയുടെ ബർക്കത്ത് കൊണ്ട് പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. മാനസികവും ശാരീരികവുമായ മറ്റുള്ള ശൈത്താനിയായ റുഹാനിയായ എല്ലാ രോഗത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. മാരകമായ രോഗം തന്നെ ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല അല്ലാഹ്. എത്രയോ ആളുകൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽപ്പെട്ട് ഞങ്ങളുടെ മറ്റുള്ള ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ ഒരുപാട് ആളുകൾ ക്യാൻസർ ബാധിച്ചുകൊണ്ട് വളരെ നരകിച്ച് ജീവിക്കുന്നു. അർഹമുർ റഹീമായ അല്ലാഹ്, ഈ വൃദ്ധയുടെ ബർക്കത്ത് കൊണ്ട് അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. മരണം ഹൈറാകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ നീ ഈമാനോട് കൂടിയുള്ള ഒരു മരണം നൽകണേ അല്ലാഹ്. നിന്നിലേക്ക് നീ അവരെ നീ സന്തോഷത്തോടെ തിരിച്ചു വിളിക്കണേ അല്ലാഹ്. ജീവിതം ഹൈറാകുന്ന ആളുകൾക്ക് നല്ല ഇസ്സത്തുള്ള ആഫിയത്തുള്ള ആരോഗ്യമുള്ള ജീവിതം നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ്, തുടർന്നും ഇതുപോലെ പഠിക്കുവാനും മനസ്സിലാക്കാനും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പൊരുത്തം ലഭിക്കാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم.